ഓം ശാന്തി. ഞാൻ മസ്തകമധ്യത്തിൽ ഒരു ചൈതന്യ നക്ഷത്രമായി ശക്തിശാലി പ്രകാശത്തിൽ തിളങ്ങുകയാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ് സുപ്രീം സ്റ്റാർ ജ്ഞാന സൂര്യ ശിവബാബ എന്നിൽ ജ്ഞാനത്തിൻ്റെ നെയ്യൊഴിച്ചു തരുന്നു. തൻ്റെ സർവശക്തികളും എന്നിലേക്ക് പ്രവാഹിതമാക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഞാൻ ശിവപരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുന്നു. ശിവപിതാവിനെ ഞാൻ ആത്മാവ് അതിയായി സ്നേഹിക്കുന്നു. ഭഗവാനോട് മിലനം ചെയ്യാൻ ആശിക്കുന്നു. സത്യമായ ആത്മീയ പ്രിയതമനെന്ന് മനസ്സിലാക്കി വളരെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഭഗവാന്റെ ഓർമ്മയിലൂടെയും സ്നേഹത്തിലൂടെയും കൂടുതൽ കൂടുതൽ സ്നേഹം ലഭിക്കുന്നു. മനസ്സ് സന്തോഷത്താൽ ഭർപൂറാകുന്നു. മനസ്സിൽ കലിയുഗത്തിൻ്റെ ദുഃഖത്തിൻ്റെ പ്രഭാവം പതിയുന്നില്ല. അനേക ബ്രാഹ്മണ ആത്മാക്കൾ ഭഗവാനെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കി. ഭഗവാൻ എൻ്റെ സർവസ്വവുമാണ്. വളരെ ഉറപ്പായ സംബന്ധമാണ്. ആത്മാക്കളെല്ലാവരും സത്യമായ ആത്മീയ പ്രിയതമന്റെ പ്രിയതമകളാണ്. ഇത് ആത്മാ പരമാത്മാവിൻ്റെ ബന്ധമാണ്. ആത്മാ പരമാത്മ മിലനമാണ്. ഈ സൃഷ്ടിയിൽ നവയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത് ഭഗവാന്റെ കാര്യമാണ്. അതോടൊപ്പം പഴയ ലോകത്തെ സമാപ്തമാക്കണം. സർവ ആത്മാക്കളെയും പാവനമാക്കി തിരിച്ചു കൊണ്ടുപോകണം. എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകണം. ആത്മീയ പ്രിയതമനായ ബാബ ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 5000 വർഷത്തിൻ്റെ കളി പൂർത്തിയാകുമ്പോൾ പരമാത്മാ സ്വയം സൃഷ്ടിയിൽ വരുന്നു. സർവ ആത്മാക്കളെയും തിരിച്ചു കൊണ്ടുപോകുന്നു. പതി പത്നിയെ കൂട്ടിക്കൊണ്ടുപോകും. ആത്മാക്കളുടെ മൂലവാസസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ആത്മാക്കൾ പാവനമായി മുക്തിധാമത്തിലേക്ക് പോകുന്നു. ഇതിനെ ശിവന്റെ ഘോഷയാത്രയെന്ന് മഹിമ പാടുന്നു. സർവ ആത്മാക്കളും ശരീരം വിട്ട് തിരിച്ചു പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി പോകുന്നു. പൂർണ്ണമായും പവിത്രമായ ആത്മാക്കൾ വെളുത്ത നിറത്തിലുള്ള സൂക്ഷ്മ ശരീരം ധാരണ ചെയ്യുന്നു. ഫരിസ്തയായി പോകുന്നു.
പാപാത്മാക്കൾ കറുത്ത ശരീരം ധാരണ ചെയ്ത് ഭൂതപ്രേതങ്ങളായി തിരിച്ചു പോകുന്നു. ഇത് സൂക്ഷ്മവതനത്തിൽ ഫരിസ്ത സ്വരൂപവും ഭൂതപ്രേത ശരീരങ്ങളും ഒഴിവാക്കി നിരാകാരിയായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നു. കൽപ്പത്തിന്റെ കളി സമാപ്തമാകുന്നു. എപ്പോൾ ശിവബാബ തിരിച്ചു പോകുന്നുവോ അപ്പോൾ എല്ലാ ആത്മാക്കളുടെ കൂട്ടം തിരിച്ച് ശിവബാബയുടെ പുറകെ ഓടിപ്പോകുന്നു. മൂലവതനത്തിൽ ആത്മാക്കൾ ഒരു കുട പോലെ ഇരിക്കുന്നു. പവിത്രമായി മാറുന്ന ആത്മാക്കൾ ബാബയുടെ കൂടെ തന്നെ സാധ്യയായി തിരിച്ചു പോകുന്നു. കൂടെ പോകുന്നത് കാരണമാണ് വിവാഹ ഘോഷയാത്രയുടെ മഹിമയുള്ളത്. ഞാൻ പവിത്ര ദേവീ ദേവതയായിരുന്നു. ഇപ്പോൾ നിർവികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിൽ ബാബയിൽ നിന്നും ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിലുണ്ടായിരുന്ന സദോപ്രധാന ശക്തി പിന്നീട് കുറഞ്ഞു പോകുകയാണ്. ആത്മാവാകുന്ന ബാറ്ററി ഡിസ്ചാർജ് ആകുന്നു. ഞാൻ സർവശക്തിവാനായ ബാബയോട് ബുദ്ധിയോഗം വെച്ച് ആത്മാവിനെ ചാർജ് ചെയ്യുന്നു. ആത്മാവ് ബാബയെ ഓർമ്മിച്ച് തികച്ചും പവിത്രമാകുന്നു. ആത്മാരൂപി ബാറ്ററി നിറയുന്നു. ബാബ പരിധിയില്ലാത്ത രചയിതാവാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത ചക്രവർത്തി പദവി ലഭിക്കുന്നു. ബാബ ബീജരൂപനാണ്. മുഴുവൻ ജ്ഞാനവും ബാബയിലുണ്ട്. ആത്മാക്കൾ ഒരിക്കലും വിനാശമാകുന്നില്ല. അവസാനം എല്ലാവരും തിരിച്ചു പോകും. ബാബയുടെ പുറകെ എല്ലാ ആത്മാക്കളും പോകും. മുക്തിധാമത്തിലെ ആത്മാക്കളുടെ കൂട്ടമാണ്. ഇതിനെ ശിവന്റെ ഘോഷയാത്രയെന്ന് പറയുന്നു. പവിത്രമാകാതെ ആർക്കും തിരിച്ചു പോകാൻ സാധ്യമല്ല. പിന്നീട് പതുക്കെ സൃഷ്ടിയിലേക്ക് തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും 5000 വർഷത്തിന്റെ ചക്രമാണ്. ആത്മീയ അച്ഛൻ ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ ലോകം ഇപ്പോൾ മുള്ളുകളുടെ കാടാണ്. ഏറ്റവും വലിയത് കാമത്തിന്റെ മുള്ളാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ മധ്യാജീഭവ. ഇത് ഭഗവാന്റെ ശ്രീമതമാണ്. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതമാണ്. ഞാൻ മനസ്സാ വാച കർമ്മത്തിലൂടെ പവിത്രമായി മാറി ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു. ഉറച്ച ബ്രാഹ്മണനായി മാറുന്നു. മനുഷ്യമതം ഉപേക്ഷിച്ച് ശ്രീമതമനുസരിച്ച് സ്വയത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. സതോ പ്രധാനമാക്കി ബാബയോടൊപ്പം പറന്നു പോകണം. ഞാൻ ഇന്നത്തെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സത്യതയുടെ ശക്തിയിലൂടെ
പ്രകൃതിയെയും ലോകത്തെയും സദോപ്രധാനമാക്കുന്ന മാസ്റ്റർ നിയമനിർമ്മാതാവാകുന്നു. പ്രകൃതി സദോപ്രധാനമാകുന്നു. സത്യത പാറസ് കല്ലുപോലെ, ആത്മാവ്, പ്രകൃതി, സമയം, സംബന്ധങ്ങൾ, സംസ്കാരങ്ങൾ ഇതെല്ലാം സദോപ്രധാനമാക്കുന്നു. പ്രകൃതിയുടെ കോലാഹലത്തിലേക്ക് പോലും ആകർഷിക്കപ്പെടാത്തവരാണ് യോഗി ആത്മാക്കൾ. ബാബ അവ്യക്ത സൂചന നൽകുന്നു. വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചക്രത്തിൽ നിന്നും മുക്തമാകുമ്പോൾ ബാബയുടെ ശക്തിയിലൂടെ അന്യാത്മാക്കളെ അനേക ചക്രങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ജീവൻ മുക്തരാക്കാൻ സാധിക്കുന്നു. ഓം ശാന്തി.